മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വാർത്താസമ്മേളനത്തിൽ അഴിഞ്ഞാടി എന്ന് പറഞ്ഞാൽ ഒട്ടും സംശയിക്കേണ്ട, അഴിഞ്ഞാടുക തന്നെ ചെയ്തു. PSC എന്ന സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത നശിപ്പിക്കില്ല എന്ന ഉറപ്പോടെയാണ് മാധ്യമപ്രവർത്തകരോട് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആ ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചു എന്നറിയിച്ചത്. എന്നിട്ട് അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ ക്ഷമയോടെ, എങ്ങനെ മുമ്പ് പിണറായി വിജയൻ്റെ കാലത്ത് ചോദ്യം ചോദിക്കാൻ മൈക്കിനായി ഭാഗ്യക്കുറിയെടുത്ത് നിൽക്കുന്ന മാധ്യമപ്രവർത്തകരുടെ അവസ്ഥയല്ല, ക്ഷമയോടെ അദ്ദേഹം ആ ചോദ്യങ്ങളൊക്കെ കേട്ടു. എല്ലാവരുടെയും പ്രതീക്ഷയും എല്ലാവരുടെയും സ്വപ്നമാണ്. ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് അത് എഴുതി കാത്തിരിക്കുന്നത്. അവരുടെ ഈ ചോദ്യങ്ങളിൽ നടക്കുന്ന ക്രമക്കേടുകൾ, ചോദ്യം തയ്യാറാക്കുന്നതിൽ നടക്കുന്ന ക്രമക്കേടുകൾ, മാർക്കിടുന്നതിൽ നടത്തിയ ക്രമക്കേടുകൾ, ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് KS പരീക്ഷയെക്കുറിച്ചുള്ള ഗുരുതരമായ ആരോപണങ്ങൾ വന്നു. അതെല്ലാം പരിശോധിക്കട്ടെ. നമ്മൾ ഒരു പരിശോധനയും അന്വേഷണവും നടക്കാതെ ഞങ്ങളൊരു കൺക്ലൂഷനിലെത്തുന്നത് ശരിയല്ല. നമ്മളൊരു സ്ഥാപനത്തിൻ്റെ വിശ്വാസം നശിപ്പിക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യും. പക്ഷേ അന്വേഷിക്കും. കാരണം അന്വേഷിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. എന്നിട്ട് മാധ്യമപ്രവർത്തകരുടെ ഉത്തരം മുട്ടിക്കുന്നൊരു മുട്ടൻ ചോദ്യം ഇതാ വി ഡി സതീശൻ അങ്ങോട്ടിട്ട് കൊടുത്തു. എൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരം നൽകിയിട്ട് നിങ്ങൾ പോയാൽ മതി എന്ന ഒരൊറ്റ അടിയും. ചോദ്യം ഇതായിരുന്നു: അദാനി ഗ്രൂപ്പ് MSCക്ക് തങ്ങളുടെ 49% ഓഹരികൾ കൈമാറാൻ തീരുമാനിച്ചതിൽ എന്ത് തെറ്റാണ് എൻ്റെ സർക്കാർ ചെയ്തതെന്ന്. അങ്ങനെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഒരു ചോദ്യത്തിൻ്റെ തുടക്കം പോലും ചോദിക്കാൻ പേടിച്ചിരുന്ന മാധ്യമപ്രവർത്തകർ ഒടുവിൽ ഗതിയില്ലാതെ തങ്ങളുടെ ഉത്തരങ്ങൾ പറഞ്ഞു തുടങ്ങി. 1 2 4 5 മറുപടികൾ ചറപറാന്ന് വന്നു. രണ്ട് മൂന്ന് ചോദ്യമായി. ഇനി എനിക്കൊരു ചോദ്യമുണ്ട് അങ്ങോട്ട്. ഈ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ, അതായത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് അവരുടെ ഷെയർ കൈമാറാൻ ഉള്ള ഈ നീക്കത്തിൽ ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് നിങ്ങൾ ആരെങ്കിലും പറയണം. നിങ്ങൾ ചോദിച്ചോ, എന്ത് തെറ്റാണ് ചെയ്തത്? ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത്? അതാണ് എൻ്റെ ചോദ്യം. ആദ്യമായിട്ടാണ് മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നത്. ചോദിച്ചോ, 2 3 4 പേര് ചോദിച്ചോ, എന്നിട്ട് ഞാൻ മറുപടി പറയാം. എന്ത് തെറ്റാണ് സർക്കാർ ചെയ്തത്? അത് പറഞ്ഞല്ലോ, അത് അന്ന് ഞാൻ നിയമസഭയിൽ പറഞ്ഞല്ലോ, ഗവൺമെൻറ്റിന് ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞ അന്ന് വൈകുന്നേരം 5 മണിക്ക്. അല്ല, ചോദിക്കണം, ഇത് ചോദിക്കണം. ഞാൻ എൻ്റെ ചോദ്യത്തിന് മറുപടി പറയണം. ഞാൻ ആദ്യമായിട്ട് അങ്ങോട്ട് ചോദിക്കുക. അടുത്ത ചോദ്യം ചോദിച്ചു. ഇനി ഞാൻ പറഞ്ഞോട്ടെ, ഇനി ആരെങ്കിലും ഉണ്ടോ? അല്ല, അത് ഇനി എനിക്കൊരു കാര്യം കൂടി പറയട്ടെ. ഒടുവിൽ വി ഡി സതീശൻ വക ഒരു വിലപ്പെട്ട ഉപദേശം. ഇനി ഇതുമാതിരി എന്തെങ്കിലുമൊക്കെ മൈക്കിന് മുന്നിൽ വന്ന് വിളിച്ച് പറയുന്നതിന് മുമ്പ് ഒന്ന് പഠിച്ചിട്ട് പറയണം. എന്താണ് പഠിച്ചിട്ട് പറയണം എന്ന്? അദാനി MSC ചർച്ച ഞാനെങ്ങനെ അറിയുന്നതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചപ്പോൾ ആർക്കും അതിന് മറുപടിയില്ല. ചർച്ചകളൊക്കെ കഴിഞ്ഞ ഇടത് സർക്കാർ അറിഞ്ഞിട്ടാണെന്ന് കൂടി മുഖ്യമന്ത്രി ദേശാഭിമാനി പത്രത്തിൻ്റെ വാർത്തകൾ കോട്ട് ചെയ്ത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായി. ദേശാഭിമാനി പറഞ്ഞത് കേട്ടാൽ ഇതിന് പിന്നിൽ CPM സർക്കാരിന് എല്ലാ തരത്തിലും അറിവുണ്ടായിരുന്നെന്ന് വ്യക്തം. LDF സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ വിജയമാണ് MSCയുടെ 49% വിദേശ നിക്ഷേപമെന്ന പത്രത്തിൽ ഇതാ വെണ്ടയ്ക്ക അക്ഷരത്തിൽ. അപ്പോൾ ഇതെങ്ങനെ? ഈ ചോദ്യത്തിനും മറുപടിയില്ല. ഇനി എനിക്കൊരു കാര്യം കൂടി പറയട്ടെ. ഒരു വിഷയം വരുമ്പോൾ ആ വിഷയം ഞങ്ങളും പഠിക്കണം, നിങ്ങളും പഠിക്കണം. റിപ്പോർട്ട് ചെയ്യുന്നവർ ഒരു 60% മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഓഹരി കൈമാറ്റം നടന്നു എന്നാണ്. പറഞ്ഞു, റിപ്പോർട്ടർമാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിച്ചാൽ എൻ്റെ കയ്യിൽ തെളിവുണ്ട്. ഓഹരി കൈമാറ്റം നടന്നു എന്ന്.
ഒരു ഓഹരി കൈമാറ്റവും നടന്നിട്ടില്ല. ഓഹരി കൈമാറ്റം സംബന്ധിച്ച കൃത്യമായ വകുപ്പുകൾ കൺസെഷൻ എഗ്രിമെൻറ്റിലുണ്ട്. ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുമതി ഇല്ലാതെ, കാരണം ഈ പോർട്ടിൻ്റെ ഓണർ എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. അവർ കൺസെഷൻ എഗ്രിമെൻറ്റിൽ ഡെവലപ്മെൻറ്റും ഓപ്പറേഷനും നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടി മാത്രമാണ്. മനസ്സിലാക്കിക്കൊള്ളാം. ഗവൺമെൻറ്റാണ് ഓണർ. ആ അതോറിറ്റി, അതായത് ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ആ അതോറിറ്റിയുടെ അനുവാദം ഇല്ലാതെ അവിടെ 25% ഒരു ട്രാൻസ്ഫറും, അതായത് അവരുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. അതായത് കൺസെഷൻ എഗ്രിമെൻറ്റിലെ 5(3)(1) വളരെ ക്ലിയറാണ്. പ്രിയോർ അപ്രൂവൽ ഓഫ് ദ ഗവൺമെൻറ്. ഞങ്ങൾ ഈ നിയമസഭയിൽ ആ നിയമസഭ കൂടി അന്ന് വാർത്ത വരുമ്പോഴാണ് അറിയുന്നത്. അപ്പം ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞത് വെറുതെയാണെന്നാണ് പറഞ്ഞത്. എനിക്കറിയാമെങ്കിൽ ഞാൻ പറയും എനിക്കറിയാം, പക്ഷേ അവരുടെ ലെറ്റർ വന്നിട്ടില്ല എന്ന് നിയമസഭയിൽ പറഞ്ഞാൽ പോരെ. എനിക്കറിയാം ഇവരിങ്ങനെ നടപടി നടക്കുന്നത്, എനിക്കറിയാം. പക്ഷേ അവർ മുൻകൂർ അപ്രൂവലിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് കത്ത് തന്നിട്ടില്ല. കത്ത് വരുമ്പോൾ ഞങ്ങൾ പരിശോധിക്കുമെന്ന് പറഞ്ഞാൽ പോരെ. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല, കാരണം ഞങ്ങൾ വന്നിട്ട് എത്ര ദിവസമായി? ഞങ്ങൾ വന്നിട്ട് കുറച്ച് ദിവസമായി. പിന്നെ വന്ന ആരോപണങ്ങൾ മുഴുവൻ എന്താണ്? ഇത് മുഴുവൻ നേരത്തെ അറിയാമായിരുന്നു. ഞാൻ മുഖ്യമന്ത്രിയായത് മെയ് 18-ാം തീയതിയല്ലേ. ഞാനെങ്ങനെ നേരത്തെ അറിയുന്നത്? പക്ഷെ പിന്നീട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ 1 വർഷമായി ഈ വിവാദം വന്നതിന് ശേഷം ഈ അദാനി പോർട്ട് MSCയുമായി 1 വർഷമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. ആദ്യം അറിയുന്ന ആർക്കാണ്? ജൂൺ 5-ാം തീയതി 2026 ദേശാഭിമാനി പത്രം, വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ, ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. ജൂൺ 5. ഞങ്ങളുടെ MD അവിടെ ചാർജ് എടുക്കുന്നത് ജൂൺ 11-ാം തീയതിയാണ്. ആണല്ലോ. ജൂൺ 11-ാം തീയതി ഞങ്ങളുടെ MD അവിടെ ഹാജരായി. അതിനു മുമ്പ് അറിയാമായിരുന്ന ഏക പത്രം ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയുടെ സോഴ്സ് എന്താണ്? ഗവൺമെൻറ്റാണ് ദേശാഭിമാനിയുടെ സോഴ്സ്. ആ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആ കഴിഞ്ഞ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് ദേശാഭിമാനിയുടെ സോഴ്സ്. നിങ്ങൾക്ക് ഒരു മാധ്യമങ്ങൾക്കും കിട്ടാത്ത വാർത്ത, വിഴിഞ്ഞത്ത് വരും. ഞാനിപ്പോഴാണ് കാണുന്നത്, ഇന്നലെയാണ് കാണുന്നത്. വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ, ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. അപ്പം ഞങ്ങളുടെ MD അവിടെ ചാർജ് എടുത്തതിന് ശേഷമല്ല, അതിനു മുൻപ് അവിടെ MD ഉണ്ടായിരുന്നു, ഗവൺമെൻറ് ഉണ്ടായിരുന്നു, പോർട്ടും മന്ത്രി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഗവൺമെൻറ്റിന് അറിയാമായിരുന്നു MSC ആയിട്ടുള്ള. എന്നിട്ടത് ഞങ്ങളുടെ തലയിൽ കൊണ്ട് വയ്ക്കാൻ നോക്കുക. ഇതെങ്ങനെ വന്നു ഈ വാർത്ത? എവിടെ നിന്ന് കിട്ടി ഈ സോഴ്സ്? ദേശാഭിമാനി പത്രത്തിൽ എവിടെ നിന്നാണ് ഈ സോഴ്സ് കിട്ടിയത്? 5-ാം തീയതി MSC വരും. എന്നിട്ട് അതിൽ വേറെ വാർത്ത കൂടിയുണ്ട്. LDF സർക്കാർ സംഘടിപ്പിച്ച വിഴിഞ്ഞം കോൺക്ലേവിൽ MSC കമ്പനിയിലെ പ്രമുഖർ പങ്കെടുത്തിരുന്നു. ഇത് 2025 MSC കമ്പനി നടത്തി, LDF സർക്കാർ സംഘടിപ്പിച്ച വിഴിഞ്ഞം കോൺക്ലേവിൽ MSC കമ്പനിയിലെ പ്രമുഖർ പങ്കെടുത്തിരുന്നു. ഇനി ജൂലൈ 1-ാം തീയതിയിലത്തെ വാർത്ത നിങ്ങളെല്ലാം വാർത്ത കൊടുത്ത ദിവസത്തെ ദേശാഭിമാനിയുടെ വാർത്ത. വിഴിഞ്ഞത്ത് 13,000 കോടി രൂപയുടെ നിക്ഷേപം. MSC ഗ്രൂപ്പ് 49% ഓഹരി എടുക്കും. അടുത്ത വാചകം കേട്ടോളാം. LDF സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ വിജയമാണ് വിദേശ നിക്ഷേപം. ഞാൻ എന്താ മറുപടി പറയേണ്ടത്? എന്നിട്ട് പിന്നെ അങ്ങോട്ട് മാറിയിട്ട് ഇത് കടൽ കൊള്ള, സതീശൻ, അദാനി, എന്താണ് കേരളത്തിൽ നടക്കുന്നത്? കേരളത്തിൽ നടക്കുന്നത്? ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ. ഞാനിത് കുറേ ദിവസം ആസ്വദിക്കരുത്. സതീശൻ മൗനമാണ്. ഈ നിശബ്ദതയ്ക്ക് എന്തോ അർത്ഥമുണ്ട്. എന്തൊക്കെയായിരുന്നു ഈ ഓഹരി കൈമാറ്റത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട്. എനിക്ക് കിട്ടിയ കമ്മീഷൻ വരെ പറഞ്ഞു ഒരു മാധ്യമം. 13,000 കോടിയുടെ കണക്കാക്കിയിട്ട് 2% കണക്കാക്കിയിട്ട് എനിക്ക് അവര് സെബിക്ക് കത്തയച്ചു. അപ്പം ഞങ്ങൾ അന്ന് വൈകുന്നേരം തന്നെ കത്തയച്ചെന്ന് അറിഞ്ഞാണ് ഇത് ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുമതി തേടിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ അസംതൃപ്തി അവരെ അറിയിച്ചു. അപ്പോൾ തന്നെ അവർ പ്രിയോർ അപ്രൂവലിന് കത്ത് തന്നു. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടി പറയാം. ഈ കൺസെഷൻ എഗ്രിമെൻറ്റിൽ ഇപ്പോൾ പറഞ്ഞല്ലോ മോണോപോളി വരും. ഈ കൺസെഷൻ എഗ്രിമെൻറ്റ് പോലും ഒന്ന് വായിച്ചു നോക്കാതെയാണ് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പ്രസംഗിച്ചത്. MSC കമ്പനിക്ക് കൊടുത്താൽ MSC കമ്പനിയുടെ മോണോപോളി വരും, കോമൺ യൂസർ ഫെസിലിറ്റി ഇല്ലാതാവും, അവിടെ വേറെ ആർക്കും അവിടെ കയറാൻ പറ്റില്ല എന്ന് പറയും. ഞാൻ ആ ഉമ്മൻചാണ്ടിക്കും K. ബാബുവിനൊരു
സലാം കൂടി കൊടുക്കുകയാണ്, ഒരു സെല്യൂട്ട്. അവർ ആ കൺസെഷൻ എഗ്രിമെൻറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു കോമൺ യൂസർ ഫെസിലിറ്റി ഇല്ലാതാക്കിയ ഗവൺമെൻറ് ഇടപെടാൻ പറ്റും. 581 എഴുതി വെച്ചിട്ടുണ്ട് കോമൺ യൂസർ ഫെസിലിറ്റി വേണം, ഒരാളുടെ മോണോപ്പൊളി അവിടെ പറ്റില്ല എന്ന്. ഈ ഗവൺമെൻറ് MSCക്ക് ഇത് കൊടുത്താൽ അവിടെ വേറെ ഒരാൾക്ക് ഓപ്പറേഷൻ നടത്താൻ പാടില്ല എന്നാണ് ആരോപണം പറഞ്ഞത്. അത് ഇവർ വന്നാൽ അങ്ങനെ ആവുമെന്ന്. ആ ക്ലോസ് വരെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ എഗ്രിമെൻറ്റിൽ. കൺസെഷൻ എഗ്രിമെൻറ്റ് ഒന്ന് വായിച്ചു നോക്കട്ടെ. എന്നിട്ട് ഈ MSC ആയിട്ടുള്ള ചർച്ച നടത്തിയത് അറിയാം. അവർ വന്നാൽ ഈ LDF ഗവൺമെൻറ്റിൻ്റെ ഒരു ദീർഘകാലമായിട്ടുള്ള ഒരു ഇതാണ്, അവരുടെ വിഷനാണ് MSC വരുന്നത്. ഇതെല്ലാം പറഞ്ഞിട്ട് 24 മണിക്കൂറൊക്കെ മാറ്റി പറഞ്ഞിട്ട് എൻ്റെ നേരെ വിരൽ ചൂണ്ടിയാൽ, ഞാൻ പറയാറുണ്ടല്ലോ ബാക്കി 4 വിരലും സ്വന്തം നെഞ്ചത്തോട്ടാണ് എന്ന് പറഞ്ഞത്. ക്ലിയർ ആയല്ലോ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇനി പറഞ്ഞോ, ഏത് സംശയം ചോദിച്ചോളാം. ഒരു കരാർ ലംഘനം ഉണ്ടായിട്ടില്ലല്ലോ. കരാർ ലംഘനം ഓഹരി കൈമാറ്റം നടത്തിയാൽ കരാർ ലംഘനമാണ്. അല്ല, ചോദിച്ചോ. ഓഹരി കൈമാറ്റം നടത്തിയിട്ടില്ലെന്ന്. ഇതാണ് സംഭവം. ദേശാഭിമാനിയാണ്. ഓഹരി കൈമാറ്റം നടത്തിയില്ലെന്ന്. അതാണ് ചോദിച്ചത്. അദ്ദേഹം ഇതുവരെ വിചാരിച്ചിരുന്നത് ഓഹരി കൈമാറ്റം നടന്നു എന്നാണ്. എന്നോടൊരു ചോദ്യം, ഓഹരി കൈമാറ്റം നടന്നില്ല സ്നേഹിത, നടന്നില്ല. നടക്കണമെങ്കിൽ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. അത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ പോകണം. ഒന്ന്, നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജിക് പോയിൻ്റാണിത്, അതവർ പരിശോധിക്കണം. മിനിസ്ട്രി ഓഫ് ഷിപ്പിങ്ങിൽ പോകണം, അവരുടെ ഇത് കിട്ടണം. ഇതെല്ലാം പരിശോധിച്ചിട്ട് വേണം. ഞങ്ങളുടെ മുമ്പിലുള്ള എന്താണ് കാര്യം? കൺസെഷൻ എഗ്രിമെൻറ്റിൽ അവരുടെ ഷെയർ അവർക്ക് കൊടുക്കണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം. ഞങ്ങൾ എന്തിനാണ് അപ്രൂവൽ കൊടുക്കില്ല എന്ന് ഞങ്ങൾ തീരുമാനിക്കാൻ പാടില്ലല്ലോ. ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഗവൺമെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ്, നമ്മളാണ് ഓണർ, നമ്മുടെ താല്പര്യങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കപ്പെടണം. അല്ലാതെയുള്ള എന്തെങ്കിലും ഇതിലുണ്ടോ, ഇതിൻ്റെ ട്രാൻസ്ഫറിലുണ്ടോ എന്ന് നമ്മൾ നോക്കണം, നമ്മൾ പരിശോധിക്കണം. മാത്രമല്ല ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഭാവി എങ്ങനെയായിരിക്കും ഇവർ വന്നാൽ, ഗുണമാണോ ദോഷമാണോ, അതിനാണ് എംപവേർഡ് കമ്മിറ്റിക്ക് അത് പഠിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഇനി അവർ പഠിച്ചു വന്നാലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സാങ്ഷനും എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ. അല്ലല്ല, അവർ ലോകത്തിലെ ഞങ്ങൾ പരിശോധിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിൽ ഒന്നാണ്. അവർ ശ്രീലങ്കയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അവർ കൊളംബോ എയർപോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, സിംഗപ്പൂർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു സബ്സിഡിയറി കമ്പനിയാണ്. അവർക്കാണ് ഇവർ കൊടുത്തിരിക്കുന്നത്, നേരിട്ട് MSCക്ക് അല്ല കൊടുത്തിരിക്കുന്നത്. ഇത് ഷെയർ മാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവരുടെ ഒരു സബ്സിഡിയറി കമ്പനിക്കാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഈ കൊളംബോയിൽ നടക്കുന്ന ബിസിനസ് നന്നായി നടക്കുന്നുണ്ട്, സിംഗപ്പൂർ നടക്കുന്ന ബിസിനസ് നടക്കുന്നുണ്ട്. അത് വിഴിഞ്ഞത്തേക്ക് അത് കൂടുതൽ കൊണ്ടുവരാൻ പറ്റും. കാരണം അവർക്ക് എല്ലാ ഷിപ്പിംഗ് കമ്പനികളുടെയും താല്പര്യം എന്ന് പറയുന്നത് ഈ റൂട്ടാണ്. ഇതിൻ്റെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പ്രത്യേകതയും ഈ റൂട്ടും ട്രാവൽ ചെയ്യുന്നതിനുള്ള കുറവും മദർഷിപ്പുകൾ അടുക്കാനുള്ള സൗകര്യം ഉൾപ്പെടെയുള്ള കുറേ അഡ്വാൻറ്റേജ് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞു. അവരുടെ ഷിപ്പ് അടുക്കുന്നതിനെ നമ്മളെങ്ങനെ അവരുടെ ഡംപിങ് യാർഡാന്ന് പറയുന്നത്? അവരുടെ ഷിപ്പ് അടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്താണല്ലോ. ആ ഒരു വർഷം, ഞങ്ങളുടെ കാലത്തല്ലല്ലോ, ആ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 99% ഷിപ്പും അവരുടെയാണ് അടുത്തിരിക്കുന്നത്, MSC കമ്പനിയുടെയാണ്. ഇപ്പം ഞങ്ങൾ വന്നിട്ട് MSC കമ്പനിയുടെ ഷിപ്പ് ഇനി അടുക്കാൻ പാടില്ല എന്ന് തീരുമാനം എടുക്കാവോ? നിങ്ങളൊന്ന് ആലോചിക്ക്. നിങ്ങൾ വാർത്ത കൊടുത്തവരൊക്കെ കൂടി ഒന്ന് ആലോചിക്ക്. ഇപ്പോൾ മനസ്സിലായില്ലേ? ഓഹരി കൈമാറ്റം നടത്തിയെന്ന് വിചാരിച്ചിട്ടാണ് ഇത് മുഴുവൻ ചെയ്തത്. ഏത് ഇല്ല, ഞങ്ങൾ ഗവൺമെന്റ് വന്നതിന് ശേഷം അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ലാൻഡിന് വേണ്ടിയിട്ട് ചെലവാക്കിയിരിക്കുന്ന തുകയാണ് ലാൻഡ്. പിന്നെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടാണ് പിന്നെ 800 ചില്ലാൻ കോടി കൊടുത്തിരിക്കുന്നത്. അത് കേന്ദ്രമാണ് കൊടുത്തിരിക്കുന്നത്. അല്ല, നമ്മൾ ചെലവാക്കിയ തുകയാണ് നമ്മൾ പറഞ്ഞത്. ഇനി എന്തെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. ഇതുവരെ ചെലവാക്കിയിരിക്കുന്ന തുക. ഇതിൻ്റെ അകത്ത് മേജർ ഇതെന്ന് വെച്ചാൽ നമ്മളാണ് ഓണർ. ഞാൻ പറയില്ലേ, ഇതൊരു കൺസെഷൻ എഗ്രിമെൻ്റാണ്.
അവർ ഡെവലപ്മെൻറ്റും ഓപ്പറേഷൻ നടത്താനുള്ള കൺസെഷൻ എഗ്രിമെൻറ്റിൽ ഒരു പാർട്ടി മാത്രമാണ്. അവരുടെ ഷെയറാണ് അതിൻ്റെ അകത്തുനിന്ന് 49 അവർ വേറൊരു കമ്പനിക്ക് അവർ കൊടുക്കുന്നത്. അത് നമ്മുടെ ഓണർഷിപ്പിനെയോ നമ്മളെയൊന്നും ബാധിക്കില്ല. അവരുമായിട്ട് നമ്മൾ അദാനി പോർട്ടുമായിട്ടാണ് നമ്മുടെ കൺസെഷൻ എഗ്രിമെൻറ്റ്. ആ അദാനി പോർട്ടിൻ്റെ ഓണർഷിപ്പിൽ അവരൊരു 49% അവരുടെ ഷെയർ കൊടുക്കുമെന്നാണ്. അപ്പോഴും അദാനി പോർട്ടിന് തന്നെയാണ് അവരുടെ ഇതിൻ്റെ അകത്ത് ഏറ്റവും മേജർ 51%.